ഈ പക്ഷേ സിനിമയിലേക്ക് എത്തുമ്പോഴുള്ള വിഷു സത്യം പറഞ്ഞാൽ പഴയ കുട്ടിക്കാലത്തെയോ അല്ലെങ്കിൽ നാട്ടിൻപുറത്തെയോ വിഷു അല്ല. വിഷു മാറി തിരക്കുകളുടെ വിഷുവാണ്. വിഷുവിന് അത് ഒരു വലിയൊരു അനുഭവം. സാധാരണ അമ്മ എന്നോട് പറഞ്ഞതാണ്, കരാഗ്രിയ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂരേത് ഗോവിന്ദ, പ്രഭാതയെ കരദർശനം എന്നാണ്. രണ്ട് കൈയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ആ മുഖത്ത് അമർത്തിയിട്ട് ഇങ്ങനെ കണ്ടാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. എന്നിട്ട് നീ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കണി കണ്ടാൽ മതി. ഇത് നമ്മുടെ കയ്യിലാണ്, അധ്വാനിക്കുന്നവന്റെ കയ്യിലാണ് ഈശ്വരൻ. അതല്ലേ, അതന്നെയാണ് അമ്മ പറഞ്ഞത്. അമ്മ പറയുന്നത് വേറെ ഭാഷയിലായിരിക്കും അത്രയേ ഉള്ളൂ. അധ്വാനിക്കുന്ന കൈകളിലാണ് ഈശ്വരൻ തന്നെയാണ് അർത്ഥം. ഈ കാലത്തെ വിഷുവിന്റെ ഒരു മാറ്റം എങ്ങനെയാണ്? പക്ഷെ പഴയ കാലത്തെ വിഷു, ഇപ്പം വിഷു ഒരുപാട് മാറിയല്ലോ. പക്ഷെ എന്നാലും നമ്മളെ കണിക്കൊന്ന അവിടെ ഉണ്ട്, നമ്മുടെ ചക്കയുണ്ട്. അത് പ്രകൃതിയൊക്കെ കറക്റ്റ് സമയത്ത് പൂക്കും. ആ മേടം എന്ന് പറയുമ്പോഴേക്കും ഇപ്പം വിഷു കൊന്നയൊക്കെ പൂത്തിരിക്കും, ചക്കയൊക്കെ വളഞ്ഞിരിക്കും, മാമ്പഴമായി, വെള്ളരി. പിന്നെ എനിക്ക് കുറ്റിയായിട്ട് ഒരാൾ ഒരു പാക്കറ്റ് മാമ്പഴം കൊടുക്കും. അതെ, കുറ്റിയായിട്ടൊരു മാമ്പഴം. അതെ. അപ്പം അങ്ങനെ പ്രകൃതി തയ്യാറാണ്, നമ്മൾ മാത്രം തയ്യാറാണെന്ന് തോന്നും. അതിന് തയ്യാറാവാൻ ഇതുപോലുള്ള പരിപാടികൾ കുട്ടികൾ കാണണം. കുട്ടികൾ കാണുമ്പോൾ അവർക്ക് ഇത് ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം തോന്നണം. എൻ്റെ വാക്കുകൾ എൻ്റെ ദാരിദ്ര്യം പറയലല്ല, അത് അതിന്റെ പ്രസക്തി ഓർമ്മപ്പെടുത്തല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അന്നും വിഷു ആഘോഷിച്ചു. ഇപ്പൊ എല്ലാം ഉള്ളപ്പോഴാണ് നിങ്ങൾ ആഘോഷിക്കാണ്ടിരിക്കേണ്ടത്. തിരക്കം കൂട്ടണ്ട, നിങ്ങൾ സുഖമായിട്ട് വിഷു ആഘോഷിക്കുക എന്ന് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്.